കടബാധ്യതയുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം. ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. തങ്ങൾ എന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം. ജുമുഅ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുആദ് റളിയല്ലാഹു അൻഹു കാണുന്നില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. മുആദ് റളിയല്ലാഹു അൻഹു അത്രയും ബന്ധമുള്ള സ്വഹാബിയല്ലേ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാ നബിയെ. പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു, കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു, എന്നെ വിട്ടില്ല. ജുമക്ക് വരാൻ എന്നെ വിട്ടില്ല, എന്നെ പിടിച്ചു വെച്ചു. ഇത് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. സൂറത്ത് ആലി ഇമ്രാനിലെ 26, 27 ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. ഈ ആയത്തുകൾ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവോട് നിർദ്ദേശം കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹുവോട് ദുആർക്കാൻ പറയുന്നു. ആയത്തുകൾ ഓതിയിട്ട് ദുആർക്കുക. അല്ലാഹുമ്മ ഖ്ലി അന്ന ദൈൻ, അല്ലാഹുമ്മ അഗ്നിനി മിനൽ ഫഖർ, കടം നീ വീട്ടി തരണം, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം, നല്ല ഇസ്സത്ത് തരണം എന്റെ ജീവിതത്തിൽ, ദില്ലത്തിലാക്കരുത് എന്ന ദുആകളൊക്കെ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദുആർന്ന്